ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നാണെങ്കിൽ ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതാണെങ്കിൽ തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. തുടക്കക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, എന്താ ഫോൾട്ടൊന്നും വരാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ടാണെങ്കിൽ ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് 3 ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ചെറിയ തരിതരിയായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത്. ഇനി നമുക്കാണെങ്കിൽ ഇച്ചിരി പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കണേ. അതിന് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം ഒരേ അളവ് ഗ്ലാസ്. അപ്പോൾ എനിക്കാണെങ്കിൽ കേക്കൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് അളവിൻ്റെ പാത്രങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഗ്ലാസ്സാണ് അളവ് ഗ്ലാസ്സായിട്ട് എടുത്തത്. ക്യാരമൽ ചെയ്തെടുത്ത് അതിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ നല്ല ഡാർക്ക് കളറായി കഴിയുമ്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നന്നായിട്ട് ആവി പൊന്തി വരും കേട്ടോ. അത് കാരണം അത് ശ്രദ്ധിച്ച് വേണേ ഒഴിക്കാൻ. അത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഈ സിറപ്പിൽ കിടന്ന് നന്നായിട്ട് ആ ക്യാരറ്റിനകത്തോട്ട് ഈ മധുരം എല്ലാം പിടിക്കും കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുന്തിരിങ്ങയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈത്തപ്പഴമോ മുന്തിരിങ്ങയോ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുന്തിരിങ്ങയാണ് ഇട്ടത്. അതും കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണേ. അങ്ങ് ഡ്രൈ ആവുന്നിടം വരെ വെക്കേണ്ട കേട്ടോ. കുറച്ച് വെള്ളത്തോടു കൂടി നമുക്കത് മാറ്റി വെക്കാം തണുക്കാനായിട്ടേ. ഇനിയാണെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാരക്കകത്തോട്ട് 3 ഗ്രാമ്പൂ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ആണെങ്കിൽ നമുക്ക് മാവുണ്ടല്ലേ, ഞാനിപ്പോൾ നേരത്തെ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദയാണ് എടുത്തത്. 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1/4 സ്പൂൺ ഉപ്പുമാണ് ഞാൻ ചേർത്തത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം വേണം നമ്മളിത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഇത് പാത്രത്തിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ടാണ് അതമ്മ തട്ടിയെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്, അതുകൊണ്ട് അങ്ങനെ അരിച്ചെടുത്തത് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇതിലേക്ക് 3 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ചേർക്കണം കേട്ടോ. ഈ 3 മുട്ടയും നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒരു 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ആ മുട്ടയുടെ മണമൊന്നും നമുക്ക് കേക്കിൽ ഉണ്ടാവാതിരിക്കാനാണ് ഈ വാനില എസൻസ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലേ, അതും കൂടി ഇതിനകത്തിട്ടിട്ട് വീണ്ടും 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ദാണ്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത്. ഇത് ഒഴിച്ചിട്ട് നമ്മൾ ലോ സ്പീഡിൽ മാത്രമേ കറക്കി എടുക്കാവൂ കേട്ടോ. പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഇപ്പം നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ ബാറ്റർ ഉണ്ടല്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നേരത്തെ നമ്മളാണെങ്കിൽ ക്യാരറ്റ് സിറപ്പിനകത്തിട്ട് വേവിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി വെള്ളത്തോടു കൂടി വേണം നമ്മളത് വെച്ചേക്കാൻ കേട്ടോ. പിന്നെ ആണെങ്കിൽ അത് പെയ്യനെ വേണം ഇളക്കി കൊടുക്കാൻ. ഒരുപാടിട്ട് സ്പീഡിൽ ഇളക്കിയത് അതിൻ്റെ പതയങ്ങ് കളയണ്ട കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ആണെങ്കിൽ മാവ് 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പേപ്പറിനകത്ത് വെച്ചത് കേട്ടോ. പിന്നെ ദാണ്ടെ ഒരു 10-15 കാഷ്നട്ട് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഈ മാവിനകത്തോട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. ഇനി ഇത് 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് വേണം നമുക്ക് ഇളക്കാൻ കേട്ടോ. തുടക്കക്കാരൊന്നും ഒന്നിച്ചൊന്നും തട്ടിയിടരുത്, അത് കട്ടയായിപ്പോവും കേട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ ഇതിപ്പോൾ 2ാമത്തെ കേക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു ബനാന കേക്ക് ഉണ്ടായിരുന്നു, അത് നല്ല സക്സസ് ആയത് കാരണമാണ് പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം എന്താ ഞാൻ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുവാണേ. അപ്പോൾ എന്താ നമ്മൾ ഓരോ വട്ടവും പൊടിയിടുമ്പോൾ അത് മൊത്തം നന്നായിട്ട് അതിനകത്ത് കലങ്ങി ചേർന്നതിന് ശേഷമേ വീണ്ടും പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 3 വട്ടമായിട്ടാണ് ഞാൻ ഈ മാവ് ഫുള്ളായിട്ട് ഇതിനകത്ത് കലക്കി ചേർത്തത് കേട്ടോ. ഈ വിസ്ക് വെച്ചിട്ട് കലക്കുമ്പോൾ നന്നായിട്ട് അതിനകത്തോട്ട് കട്ടയില്ലാതെ വരും കേട്ടോ. സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ ആ സ്പൂണിൻ്റെ അറ്റത്തൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടും അല്ലാതെയൊക്കെ ഇങ്ങനെ കട്ട കിട്ടും കേട്ടോ. അത് കാരണം വിസ്ക് വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലതേ. പിന്നെ എന്തെങ്കിൽ ഇതിനകത്താണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ബട്ടർ പേപ്പർ, ഞാൻ കേക്കൊന്നും ഉണ്ടാക്കി പരിചയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പറൊന്നും ഇതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതിനകത്തോട്ട് എണ്ണ തടവിയിട്ട് മൈദാമാവ് മൊത്തത്തിലൊന്ന് ആക്കിയിട്ട് അതങ്ങ് തട്ടിക്കളയണേ.
തട്ടി കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ പകുതി ഭാഗമേ ആവാവൂ കേട്ടോ. ഇനി എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടി പിന്നെ ഈർക്കിലോ, ഇതിപ്പോൾ ഞാൻ പപ്പടം കുത്തി വെച്ചാണ് അങ്ങനെ ആക്കിയത്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇനി അതിനകത്തോട്ട് നമുക്ക് എന്തെങ്കിലും കാഷ്നട്ടോ മുന്തിരിങ്ങയോ എന്തെങ്കിലും വെച്ച് നമുക്കതൊന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേ ഇതൊക്കെയാണെങ്കിൽ അങ്ങ് താന്നു പോയായിരുന്നു കേട്ടോ. ഇതിപ്പം തന്നെയാണോ, ഇത് ടാപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ മുമ്പല്ല, ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് വെച്ച് കൊടുത്തത്. പക്ഷേ പിന്നീട് ഞാൻ ടാപ്പൊന്നും ചെയ്തില്ല. എന്നിട്ടും ഇത് കുറേയൊക്കെ അങ്ങ് ഉള്ളിലോട്ടായിപ്പോയി. കുറച്ച് 1-2 ഒക്കെ മാത്രമേ മുകളിലോട്ട് വന്നോളായിരുന്നേ. ഇതാണ് എൻ്റെ ഓവൻ സെറ്റപ്പ്. നന്നായിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ്. എന്നിട്ട് അത് കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടി വെച്ച് കേട്ടോ. പിന്നീട് ഞാൻ ഈ അടപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കേക്ക് ഇങ്ങനെ പൊന്തി വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് ഞാൻ തുറന്നു നോക്കിയില്ലായിരുന്നോ, അന്നേരം ഇങ്ങനെ പൊന്തി വന്ന് അതിനകത്തോട്ട് തട്ടി മാവിങ്ങനെ ആയായിരുന്നേ. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഭയങ്കര മണമായിരുന്നേ, ഞങ്ങളുടെ പെരയിലൊന്നും കയറാൻ വയ്യായിരുന്നു, അത്രയ്ക്ക് മണമായിരുന്നേ. ഇത് വെന്ത് വന്നപ്പം നന്നായിട്ട് മണം ഉണ്ടായിരുന്നേ. ഞാൻ പിന്നെ ഒരു പപ്പടം കോല് വെച്ച് 2-3 ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് കേട്ടോ, എല്ലായിടും ഒരേ കണക്ക് വെന്തിട്ടുണ്ടോ എന്നറിയാനേ. അത് കഴിഞ്ഞ് ഞാൻ ഇതെടുത്ത് തണുക്കാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം ഇത് മൊത്തത്തിൽ ചൂട് പോയിട്ടില്ല കേട്ടോ. എന്നിട്ട് എൻ്റെ മോള് പെട്ടെന്ന് ഇളക്കമ്മ എന്ന് പറഞ്ഞ് അത് ഞാൻ പിന്നെ അതിൻ്റെ സൈഡെല്ലാം ഒരു പിച്ചാത്തി വെച്ച് വിടുവിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൊട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കേ, ഞാനാണെങ്കിൽ ആദ്യമായിട്ടുണ്ടാക്കിയ ക്യാരറ്റ് കേക്കാണേ. അത്രയ്ക്ക് മണമായിരുന്നു, ഭയങ്കര മണമാണ് ഇതിൻ്റെത്. അപ്പോൾ ഇനി ടേസ്റ്റിൻ്റെ കാര്യം പറയാനും വേണ്ട കേട്ടോ. ഇത് ഇത്രയും ടേസ്റ്റായിട്ട് ഞാൻ ക്യാരറ്റ് കേക്ക് എങ്ങൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ പൊങ്ങൽ പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഓവനും ബീറ്ററും ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയും ടേസ്റ്റോടുകൂടി നമ്മൾ എത്ര രൂപ കൊടുത്താൽ നമ്മൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങിക്കുന്നത്? നമുക്ക് ബീറ്ററും ഓവനും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ ഇതൊന്നും. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, എല്ലാവർക്കും സക്സസ് ആവുന്ന ഒരു കേക്കാണേ. കേക്ക് മുറിച്ചപ്പോഴേ പാത്രവും കൊണ്ടുവന്ന് എൻ്റെ മോള് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടമ്മ, നല്ല മണവും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ, സീ യു.